നമസ്തേ. ഒരു തയ്യൽ മെഷീനിൽ എങ്ങനെയാണ് നൂല് ചുറ്റുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അപ്പൊ നമുക്ക് വീട്ടിലേക്ക് കിടക്കാം. ഉഷ എന്ന തയ്യൽ മെഷീൻ കമ്പനിയുടെ ജനോം എന്ന മോഡലാണ് നമ്മൾക്ക് ഇവിടെ മെഷീൻ ഉള്ളത്. ഈ മെഷീനിൽ ഒരുവിധം നല്ല ഡിസൈൻസ് ഒക്കെ ഉണ്ട്. ഒരു ബിഗിനേഴ്സിന് നല്ലൊരു സാധനം. അതെ, ബിഗിനേഴ്സിന്, തുടക്കക്കാർക്ക്, ഒരു വീട്ടിലെ അത്യാവശ്യത്തിനും എല്ലാത്തിനും പറ്റിയൊരു ഒരു മോഡലാണിത്. ഒരുവിധം എല്ലാവരും വാങ്ങി വയ്ക്കുന്നത് നന്നാണ് തോന്നുന്നത്, പറ്റാവുന്ന ആൾക്കാർ. അപ്പോൾ ഈ ഒരു മെഷീനിൽ തയ്യൽ ചെയ്യുന്ന സമയത്ത് തുണിക്ക് മേലെയും അടിഭാഗത്ത് നൂല് വരും. മേൽഭാഗത്ത് വരുന്ന നൂല് ഇങ്ങനെ റോളായിട്ടാണ് വരുന്നത്. ഈ റോളിനെ വെക്കാനായിട്ട് നമുക്കിവിടെ നോബുണ്ട്. ഈ നോബിനകത്ത് അത് കടത്തി വയ്ക്കാം. തുണിക്ക് അടിയിൽ വരുന്ന നൂല് ഇങ്ങനെ ഒരു ബോബിൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഇതിലാണ് ചുറ്റുക. അപ്പോൾ ഇത് ചുറ്റി വെച്ചിരിക്കുന്നുണ്ട്, ഓൾറെഡി ചുറ്റി വെച്ച ബോബിനാണിത്. ഇതിൽ ഞാൻ ചുറ്റുന്നത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വേറെ നോക്കാം. ഈ ഒരു ബോബിൻ ഇട്ട് വയ്ക്കാനായിട്ട് ഒരു കേസ് ഉണ്ട്, അതാണ് ഈ ബോബിൻ കേസ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ ബോബിൻ്റെ ഹോളിൽ ഇതിൻ്റെ ഒരു ലെഗ് ഉണ്ട്. ആ ലെഗ് കടത്തി വെച്ച് കഴിഞ്ഞാൽ അത് അതിനകത്ത് സെറ്റായി. അപ്പോൾ ഇങ്ങനെ സെറ്റായി. ഇനി ഈ ത്രെഡിൻ്റെ അറ്റം നമുക്കിവിടെ കടത്തി വെക്കാനായിട്ട്, ഇതിനോട് കുടുക്കി വെക്കാനായിട്ട് ഇവിടെ ഒരു ചെറിയ സ്ലോട്ട് നമുക്ക് കാണാം. ഇതാണ് അതിൻ്റെ സ്ലോട്ട്, കണ്ടില്ലേ? അപ്പോൾ ഈ സ്ലോട്ടിലൂടെ ഈ നൂലിനെ കടത്തിയിട്ട് മെല്ലെ ഇതിൻ്റെ അടിയിൽ കൂടെ വലിച്ച്, ചെറിയൊരു പ്രഷർ ഉപയോഗിക്കുക, വലിച്ച് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ടോ? അതെ. അപ്പോൾ ഇനി ഇതിനെ മെഷീനിൽ എവിടെയാണ് ഘടിപ്പിക്കുന്നത് നോക്കാം. അതിനായിട്ട് ഇവിടെ ഒരു ബോക്സിൻ്റെ ഈ കോർണർ സൈഡ് ഇവിടെ ഒരു കട്ടിങ് കണ്ടില്ലേ? ഈ കട്ടിങ് നമുക്ക് ഓപ്പൺ ചെയ്തെടുക്കാൻ പോകുന്നു. പിന്നെ എടുത്തു കഴിഞ്ഞാൽ അതിനടിയിൽ വേറൊരു ഫ്ലാപ്പ് കാണാം. ഈ ഫ്ലാപ്പ് ഇങ്ങനെ താഴ്ത്തി കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ പൊസിഷൻ. ഇത് ഈ നോബിനോട് ഈ ലെഗിലേക്ക് നമ്മൾ ഈ ഹോളാണ് കടത്താൻ പോകുന്നത്. ഇങ്ങനെ കടത്തി കഴിഞ്ഞാൽ എല്ലാം ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ ഒരു സൗണ്ട് കേട്ടില്ലേ? അതവിടെ ഇൻടാക്ട് ആയി. നമുക്ക് അങ്ങനെ ചെയ്യുമ്പോൾ സൗണ്ട് കേൾക്കാൻ പറ്റും. ഇനി അത് ക്ലോസ് ചെയ്യാം. ഇതേ പടി നമുക്ക് റിവേഴ്സ് സ്റ്റെപ്പ് ചെയ്യാം. തുറന്നു നോക്കി അടച്ചു വെച്ചു. ഇനി നമുക്ക് നൂലെടുത്ത് കോർക്കാനായിട്ട് നൂല് വലിച്ച് ഈ വഴിക്ക് കൊണ്ടുവരാം. ഈ നോബിനെ ചുറ്റി, ഇതിലൊന്ന് ചുറ്റി, ഇനി ഈ സ്ലോട്ടിലൂടെ ചെറിയൊരു കവറിങ് കണ്ടില്ലേ? അങ്ങനെ ചെറിയൊരു കട്ടിങ്, ആ കട്ടിങ്ങിലൂടെ ചുറ്റിയെടുത്തിട്ട് ഇവിടെ ഈ കാണുന്ന എസ് ഷേപ്പിലുള്ള ഒരു ലിവർ കണ്ടില്ലേ? അതിലിങ്ങനെ കോർത്തെടുക്കണം, അതിനുള്ളിൽ കൂടെ കോർത്തെടുക്കണം. ഇങ്ങനെ ഇവിടെ ഒരു കട്ടിങ് ഉണ്ടാവും, ഇവിടെ ഒരു കട്ടിങ് ഉണ്ടാവും. അതിലൂടെ കോർത്തെടുത്ത് കഴിഞ്ഞിട്ട് അതേ കവറിങ് ബ്ലോക്കിൽ ഇതിലൂടെ ക്യാവിറ്റിയിലൂടെ നമ്മളിതിലൂടെ ചാനലിലൂടെ കടത്തി ഇതിനെ നൂലിനെ ഹോൾഡ് ചെയ്യാനായിട്ട്, കുടുക്കി വെച്ചിരിക്കാനായിട്ട് ഇങ്ങനെ കുറച്ച് ഹോൾഡേഴ്സ് ഉണ്ട് ഇവിടെ. ഇതാണ് ഹോൾഡേഴ്സ്. അതെ, ത്രെഡ് ഹോൾഡർ. അപ്പോൾ അതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നൂലിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി പോവാതെ. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഈ മെഷീനിൽ ഇതിൽ നൂല് കോർക്കാനായിട്ട് സൂചിയിലൂടെ ഇനി കോർക്കുക വേണ്ടു. ആ നൂല് കോർക്കാനായിട്ട് ഇതിനകത്തൊരു ഡിവൈസ് ഇവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിങ്ങനെ ലിവർ നമുക്ക് താഴ്ത്തി വയ്ക്കാം. ഇങ്ങനെ താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ അത് വളരെ ഉപകാരപ്പെട്ടൊരു സംഭവമാണ് കേട്ടോ. വളരെ യൂസ്ഫുള്ളാണ് ഈ സംഭവം. ഇത് കണ്ണ് കാണാൻ വയ്യാത്തവരൊക്കെ കോർത്ത് കഷ്ടപ്പെടണ്ട. ഇതിനോട് ചുറ്റി കഴിഞ്ഞാൽ ഇതിങ്ങനെ പുറത്തേക്ക് വലിച്ചു കഴിഞ്ഞാൽ ഇതാ റെഡിയായി, നൂല് കിട്ടി. വളരെ ഈസിയായി. ഇനി അടിയിലത്തെ നൂലും കൂടെ നമുക്ക് വേണമെങ്കിൽ തിരിച്ചിട്ടൊന്ന് പുറത്തേക്ക് എടുത്ത് കാണിക്കാം. ഒന്ന് കറക്കി കഴിഞ്ഞാൽ അടിയിലത്തെ നൂല് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇവിടെ ഇതാണ് അടിയിലത്തെ നൂല്, ഇത് മേലത്തെ നൂല്. ഈ രണ്ട് നൂലും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാം. തുണി വെച്ച് ഇതെങ്ങനെയാണ് നൂല് കോർക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ, നമുക്ക് അടുത്ത വീഡിയോ കാണാം.